ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ബിസിനസ്സിന് വെയർഹൗസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില കോസ്റ്റുകൾ പരിചയപ്പെടാം. വെയർഹൗസ് എന്ന് വെച്ചാൽ നമുക്കറിയാം റോ മെറ്റീരിയൽസും സെമി പ്രോസസ്ഡ് ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സും സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലമാണ് വെയർഹൗസ്. ഒരു ഫർണിച്ചർ കമ്പനി ഉദാഹരണമായിട്ട് എടുത്താൽ അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതുണ്ടാക്കാനുള്ള വുഡ്, തടി. സെമി പ്രോസസ്ഡ് ഗുഡ് എന്ന് പറയുന്നത് പൂർത്തിയാകാത്ത ഒരു ഫർണിച്ചർ. ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത് പൂർത്തിയായി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഫർണിച്ചർ. ഇതിനെല്ലാം കൂടെ പൊതുവായിട്ട് ഇൻവെൻട്രീസ് എന്ന് പറയും. ഈ ഇൻവെൻട്രീസ് ഒരു വെയർഹൗസിൽ ഒരു ബിസിനസ് സൂക്ഷിച്ച് വെക്കുമ്പോൾ ചില ചിലവുകൾ ബിസിനസ് ഉണ്ടാകും. ഈ ചിലവുകൾ എന്തൊക്കെയാണെന്ന്, ഈ കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ കോസ്റ്റാണ് വെയർഹൗസിംഗ് കോസ്റ്റ്. വെയർഹൗസിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിന് ബിസിനസ് കൊടുക്കുന്ന റെൻറ്റ്, വാടക. പിന്നെ വരുന്നത് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ വെയർഹൗസിനുള്ളിൽ നിന്ന് ഇൻവെൻട്രീസ് പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോഴും അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ്, ഇത് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. ഇത് മറ്റൊരു കോസ്റ്റാണ്. പിന്നീട് വരുന്നത് ഷ്രിങ്കേജ് കോസ്റ്റ് എന്ന് പറയും. ഒരു ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ ഇൻവെൻട്രീസ് ഡാമേജ് ആവുകയോ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഈ കോസ്റ്റ് ഉണ്ടാകുന്നത്. അടുത്തത് ഇൻഷുറൻസ് കോസ്റ്റ്. ഇൻഷുറൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് അതിൻ്റെ വെയർഹൗസ് ഇൻഷുർ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഈടാക്കുന്ന തുകയാണ് ഇൻഷുറൻസ് കോസ്റ്റ്. ഷ്രിങ്കേജ് കോസ്റ്റ് കവർ ചെയ്യുന്നതിനാണ് ഒരു കമ്പനി ഇൻഷുറൻസ് എടുക്കുന്നത്. പിന്നീട് വരുന്നത് അബ്സോളസൻസ് കോസ്റ്റ് ആണ്. ഒരു ബിസിനസ് അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയതിന് ശേഷം അത് വിൽക്കാൻ കഴിയാതെ വെയർഹൗസിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ, ഇതിനെ അബ്സോളസൻസ് കോസ്റ്റ് എന്ന് പറയും. പിന്നീട് അവസാനമായി ബിസിനസ്സിന് വെയർഹൗസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു വെയർഹൗസിൽ റോ മെറ്റീരിയൽസ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇത് മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കാമായിരുന്നു, അല്ലേ? മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ ബിസിനസ്സിന് അതിൻ്റെ റോ മെറ്റീരിയൽസ് മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വെയർഹൗസിൽ ടൈഡപ്പായിട്ട് കിടക്കുന്നതിനെ, ഇങ്ങനെ ടൈഡപ്പായിട്ട് കിടക്കുന്ന ക്യാപിറ്റലിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെയർഹൗസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് ബിസിനസ്സിന് ചില മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം.